അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാല്ലാഹ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഖുത്തത്തു ദർസുൻ നമൂദജി ഒരു മാതൃകാ ലെസൺ പ്ലാൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ പരിചയപ്പെട്ടു. ഇനി അടുത്തത് അൻവാഉൽ തഖ്തീത്ത് ലി ദർസുൻ നമൂദജി. ഈ ഒരു മാതൃകാ ലെസൺ പ്ലാൻ ഒരുപാട് ഇനങ്ങളുണ്ട്. ആ ഇനങ്ങളെ ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടാണ്, രണ്ടും പഠിക്കുക. ഓക്കെ. هناك العديد من أنواع خطة الدروس النموذجية التي يمكن للمعلم إنشاءها بناء على بعض العوامل مثل عدد مستويات الدرجات أو المواد التي يدرسها كل يوم والمدة التي يرغب في التخطيط لها مسبقا لدروسه. അപ്പോൾ എന്താണ് ഈ വിഷയം നോക്കുക. അതായത് ഇവിടെ പറഞ്ഞത് ഒരുപാട് ഈ മാതൃകാ ലെസൺ പ്ലാൻ ഒരുപാട് എണ്ണമറ്റ ഒരുപാട് ഐറ്റംസുകളുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അധ്യാപകന് ഈ പ്രോസസ്സുകൾ, ആക്ടിവിറ്റികൾ, അധ്യാപകൻ്റെ ഈ ഒരു പ്രവർത്തനങ്ങൾ അതിനെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്? കുട്ടികളുടെ ഗ്രേഡിൻ്റെ നിലവാരത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ഓരോ ദിവസം പഠിപ്പിക്കേണ്ട ആ ഒരു കണ്ടൻറ്റിനനുസരിച്ച്. അപ്പോൾ അല്ലെങ്കിൽ മറ്റൊന്ന് പറഞ്ഞാൽ മുദ്ദത്തിലെത്തി യർഅബു ഫി തഖ്തീത്തി ലഹാ മുസ്ബിക്കൽ ദുറൂസി, നേരത്തെ പഠിപ്പിച്ച മുന്നറിവ് വെച്ചിട്ട് അതിനെ പ്ലാൻ ചെയ്ത് അത് കുട്ടികൾക്ക് എങ്ങനെ ലഭ്യമാക്കണം, എങ്ങനെയാണ് കുട്ടികളത് ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. ഇങ്ങനെയൊക്കെ ഈ ഒരു 3-4 തരത്തിൽ അധ്യാപകൻ്റെ പ്രവർത്തനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുപാട് എണ്ണമറ്റ ലെസൺ പ്ലാൻ മാതൃകകളുണ്ട്. അതിൽ 5 എണ്ണം ഉണ്ട്. വഫീമ എലി ഹംസത്ത് അൻവാ, 5 എണ്ണം ഉണ്ട് മുഖ്തലിഫ, വ്യത്യസ്തമായ മിൻ ഖുത്തത്തു ദുറൂസ് നമൂദജി അല്ലത്തി യസ്തഖിദുമുഹാ ഫിൽ ഫസ്ൽ ദിറാസി, ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന 5 എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. വതതമസലു ഹാദിഹിൽ അൻവാ മിൻ ഖിലാലി മാ യലി, അതിൽ പറഞ്ഞ ആ 5 എണ്ണത്തിൽ പ്രതിനിധീകരിക്കുന്ന ഇനങ്ങളാണ് താഴെ പറഞ്ഞത്. അപ്പോൾ നോക്കുക. ഒന്ന് ഖുത്തത്തുൻ യൗമിയ, എന്താണ്? ഡേ പ്ലാൻ എന്നുള്ളതാണ്. ഡേ പ്ലാൻ. അപ്പോൾ ഡേ പ്ലാൻ ഒന്ന് നോക്കുക. ഹൈസു യഖൂമു ബഅദുൽ മുഅല്ലിമീൻ, ഇവിടെ ചില അധ്യാപകർ ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിർവഹിക്കുന്നത്, ഇവിടെ നിർവഹിക്കുക എന്ന് അർത്ഥം വരും കേട്ടോ, നിർവഹിക്കുന്നത് ബി ഇൻഷാഇ ഖുത്തത്തു ദുറൂസ്, എന്താണ്? ഈ ഒരു ലെസൺ പ്ലാന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ലെസൺ പ്ലാന് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ലിക്കുല്ലി യൗമിൻ, എല്ലാ ദിവസത്തേക്കും, മിൻ അയ്യാമിൽ ഉസ്ബു, ആഴ്ചയിലെ എല്ലാ ദിവസത്തേക്കും. എന്താണ്? അത് വളരെ പ്രധാനം കേട്ടോ, ഇത് വളരെ പ്രധാനമാണ്. ലിക്കുല്ലി യൗമിൻ മിൻ അയ്യാമിൽ ഉസ്ബു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതേ കാര്യം ചോദ്യത്തിലൊക്കെ ചിലപ്പം ടേംസ് ആയിട്ട് വരിക. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾ ഖുത്തത്തുൻ യൗമിയെ എഴുതുക. ഓക്കെ, അതാണ് അതിൻ്റെ മെയിൻ പോയിൻ്റ്. മുദ്ദത്ത് ഖുത്തത്തുൻ ഹിയ തൂല ഫത്രത്തിൻ, അതെന്താ വെച്ചാൽ എൽ ഫസിൽ ദിറാസി, ഈ ഒരു ക്ലാസ് റൂമിൻ്റെ ആ ഒരു ക്യാപ്പിൻ്റെ ഉടനീളം ഉള്ള ഒരു പ്ലാനാണത്. ക്യാപ്പിൻ്റെ ഉടനീളമുള്ളൊരു പ്ലാനാണ്. വഹുനാക ഹംസ ഖുത്തത്തിൻ, ഇവിടെ 5 പ്ലാൻ ഉണ്ട്. ദുറൂസിൻ മുൻഫസില, വ്യതിരിക്തമായ വേറിട്ട 5 എണ്ണം ഉണ്ട്. തമ്മ ഇൻഷാഉഹ, അതിനെ ക്രിയേറ്റ് ചെയ്യൽ ഉസ്ബു, ആഴ്ചയിലേക്ക് വേണ്ടി ബി അക്മലിഹി, അതിൻ്റെ പരിപൂർണതയ്ക്ക് വേണ്ടി ആഴ്ചയിലേക്ക് ഇതാക്കലും വളരെ അഭികാമ്യമാണ്. കുല്ല യൗമിൻ, എല്ലാ ദിവസവും ലഹു ഹദഫുൻ, എല്ലാ ദിവസവും എന്തുണ്ടാവും? ഒരു ലക്ഷ്യം ഉണ്ടാവും. മുൻഫസിലുൻ, ഒരു വ്യതിരിക്തമായ ഒരു വേറിട്ട ഒരു ലക്ഷ്യം എല്ലാ ദിവസവും ഉണ്ടാവും. ഖുത്തത്തു യൗമിയക്ക് എല്ലാ ദിവസവും എന്തുണ്ടാവും? അത് വളരെ പ്രധാനപ്പെട്ടാണ്. എല്ലാ ദിവസവും ഒരു വേറിട്ട ലക്ഷ്യം ഉണ്ടാവും. തഖീം, ഇവിടെ അതിൽ ചെറിയൊരു ഇവാലുവേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഫി നിഹായത്തിൽ യൗം, ഒരു ദിവസത്തിൻ്റെ അവസാനത്തിൽ ഒരു ചെറിയ ഇവാലുവേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ലി തഹഖുഖ് മിൻ ഫഹ്മി തുല്ലാബുൽ ലി മുഹ്തവൽ യൗം, അന്നത്തെ ദിവസം എന്താണ് കുട്ടികൾ കണ്ടൻ്റാക്കി മനസ്സിലാക്കിയത് എന്നുള്ളത്, അതിൻ്റെ എത്രത്തോളം ലക്ഷ്യസാക്ഷാത്കാരം കുട്ടികൾക്ക് എത്തി എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. മാ ഇതാ കാനു, അവരെങ്ങനെയായിരുന്നു കത് ഫഹിമു ഹദഫൽ യോം,
ഈ ഒരു ദിവസം എങ്ങനെയായിരുന്നു അവർ പ്ലാൻ ആയത് എന്നുള്ളത് കൂടി ഇതിലൊരു വിഷയമായിട്ട് വരുന്നത്. അവർ എത്രത്തോളം അത് ആ ലക്ഷ്യത്തെ അവർ മനസ്സിലാക്കി എന്നുള്ളതും കൂടി ഈ ഒരു ഖുത്തത്തുൻ യൗമിയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും ഒരു ഹദഫുൻ മുൻഫസിലുണ്ടാവും എന്നുള്ളതും എല്ലാ ദിവസവും ആഴ്ചയിൽ എല്ലാ ദിവസവും ഇതിനൊരു ഖുത്തത്ത് ഉണ്ടാകും എന്നുള്ളതും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഓരോ ദിവസത്തെ ലെസനുകളും ഒരു ഉസ്ബുയിലേക്ക് കാമിലാക്കി അക്മലാക്കാൻ വേണ്ടിയിട്ട് അതിനെ ഇൻഷാ ചെയ്യുന്നത്. തമ്മ ഇൻഷാഹ ലിൽ ഉസ്ബു ബി അക്മലിഹി എന്നുള്ള ആ ഒരു പോയിൻറ്റും, ഈ 3 പോയിൻറ്റും വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഇതിൽ. ഓക്കെ, അതൊന്ന് നോക്കുക. രണ്ടാമത് ഖുത്തത്തുൻ ഉസ്ബുഇയ്യ, ആഴ്ചയിലുള്ള പ്ലാൻ തത്തക്കവന് ഖുത്തത്ത് ദുറൂസുൽ ഉസ്ബുഇയ്യ, ആഴ്ചയിലെ പ്ലാനിൽ ഉൾക്കൊള്ളുന്നത് മിൻ ദർസിൻ വാഹിദിൻ, ഒരു പാഠമാണ്. അപ്പോൾ വളരെ ക്ലിയറാണ്, ഒരു പാഠം തമ്മ ഇൻഷാഹു, അതിനെ പിന്നെ ക്രിയേറ്റിവിറ്റി ചെയ്യൽ തസ്തമിറ എന്ത് ചെയ്യാണ്, അത് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് എന്താണ് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെ തുടരാൻ വേണ്ടിയിട്ടാണ്, ഇസ്തിമ്രാർ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തൂലൽ ഉസ്ബു, ഒരാഴ്ചയിലെ മുഴുവനായിട്ടുള്ള ഇത് എന്തൊക്കെയാണ് ഇസ്തിമ്രാർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ അതിൽ മറ്റൊരു കാര്യം തസ്തരിഖു മുദ്ദത്തുൽ ഖുത്ത 5 ഫത്രാത്ത്, ഇതിൽ 5 പിന്നെ ഫത്രാത്ത് ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. അത് നീണ്ടു നിൽക്കും. 5 ഫത്രാത്തുകൾ ഇവിടെ ഹംസ ഫത്രാത്ത് ഇവിടെ എന്ത് ചെയ്യും, ഹംസ ഫത്രാത്തിൻ ദിറാസിയ മുത്തത്താലിയ ലിക്മാലിഹ, അത് എന്താണ് മുത്തത്താലിയ, അത് തുടർന്ന് വരുന്നതാണ് എന്നുള്ളതാണ്. മറ്റിടത്ത് യോമിയിൽ തുടർന്ന് വരുന്നുണ്ടാവില്ല, അത് വളരെ ശ്രദ്ധിക്കുക. അത് ഓരോ ദിവസം ഓരോ ഹദഫുകളായിക്കാരം. ഇത് ഒരു ഹദഫ് വെച്ച് കൊണ്ട് തന്നെ ഒരു ആഴ്ചയിലുള്ള ഒരു പ്ലാനാണിത്. അത് പിന്തുടർന്ന് വരുന്ന മുത്തത്താലിയ, ആ മുത്തത്താലിയ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ് ആ വാക്കൂടെ. അപ്പോൾ ആ ഒരു തുടർന്ന് വരുന്ന 5 ഫത്രത്തിലുള്ള മുദ്ദത്ത് പിന്നെ നീണ്ടു നിൽക്കുന്ന എന്താണ് ഒരു ഉസ്ബൂയിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു പ്ലാനാണ് ഖുത്തത്തുൻ ഉസ്ബുഇയ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഖുത്തത്തുൻ ഉസ്ബുത്തും പിന്നെ യോമിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. ഖുത്തത്തുൻ ഉസ്ബുഇയ്യ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്, ഒരാഴ്ചയിൽ തുടർന്ന് നിൽക്കുന്നതാണ്. മുത്തത്താലിയാണ്, അത് എന്താണ് ഒരു ഹദഫ് തന്നെ എന്ത് ചെയ്യാണ്, ആ ഹദഫിൽ തന്നെ എന്ത് ചെയ്യാണ് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ വരികയാണ്. ഖുത്തത്തുൻ യോമിയിൽ പല ഹദഫുകളാണ്. അത് എന്ത് ചെയ്യുന്നു, അത് ഓരോ ദിവസത്തെ ഹദഫുകളും ചിലപ്പോൾ അത് കൂടുതൽ ഭംഗിയാവാൻ വേണ്ടിയിട്ട് ഒരു ആഴ്ചയിലേക്ക് അതിൻ്റെ അക്മലിലേക്ക് ചേർക്കാതിരിക്കാം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എല്ലാ ദിവസവും ഓരോരോ ഹദഫ് ഉണ്ടാകും എന്നുള്ളതാണ്. ഇവിടെ അതല്ല, ഇവിടെ ഒരു ഹദഫ് മുത്തത്താലിയായിട്ട് എന്താണ് മുത്തത്താലിയായിട്ട് 5 ഫത്രത്തിൽ ഉസ്ബുയിൽ നീണ്ടു നിൽക്കുന്നു. തസ്താരിക്ക് അതിന് 5 അത് നീണ്ടു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കണ്ടിന്യൂസ് ആയിട്ട് തസ്തമിറ തൂല ഉസ്ബു എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്. ഓക്കെ, അപ്പോൾ 2 പോയിന്റ് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കുക. യഖൂമുൽ മുഅല്ലിമൂന, ഇവിടെ അധ്യാപകർ നിർവഹിക്കുന്നത് ഖാമ ബി എന്ന് പറഞ്ഞാൽ നിർവഹിക്കുന്നുണ്ടോ. യഖൂമുൽ മുഅല്ലിമൂന ബി തദ്രീസ്, ബി എന്ന് പറഞ്ഞാൽ ഖാമ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ നിർവഹിക്കുക. ബി തദ്രീസിൽ മുഹ്തവ, ഈ ഒരു കണ്ടന്റ് അധ്യാപകർ നിർക്കുന്നത് ഫി ബക്തിൻ മുക്കബ്ബരിൻ മിനൽ ഉസ്ബു, ഒരാഴ്ചയിലെ ഏറ്റവും ആദ്യത്തെ സമയമാണ്. അപ്പോൾ എത്തറബുൽ തുല്ലാബ്, ഇവിടെ കുട്ടികൾ പരിശീലിക്കുന്ന അല ഇസ്തിഖ്ദാമിൽ മുഹ്തവ ഫി മുൻതസിഫിൽ ഉസ്ബു ഖാസ് ബിഹിം, അവർക്ക് പിന്നെ സ്പെഷ്യലാക്കി കൊടുത്ത ഉസ്ബുയിലെ പിന്നെന്താണ് ആ ഒരു മധ്യസമയത്താണ്, മുൻതസിഫിലാണ് കുട്ടികൾ ഈ കണ്ടന്റ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അധ്യാപകർ വളരെ നേരത്തെ തന്നെ ഈ ഒരു മുഹ്തവ എന്ത് ചെയ്യുന്നുണ്ട്, ഉസ്ബുവിൻ്റെ ആദ്യത്തെ തന്നെ ഇത് തയ്യാറാക്കുന്നുണ്ട്. എന്നാൽ കുട്ടികൾ അത് ഉസ്ബുവിൻ്റെ ഒരു മധ്യത്തിലായിക്കൊണ്ട് തന്നെ മനസ്സിലാക്കിയാൽ മതി. കാരണം ആ ഒരു കുട്ടികൾക്ക് ഒരു 2-3 പാടെടുത്ത് മുത്തത്താലിയായിട്ട് വരുമ്പോഴാണല്ലോ അത് കുട്ടികൾക്ക് എന്താണ് ഹദഫ്, എവിടേക്കാണ് ഈ ഹദഫ് എത്തുന്നത് എന്നുള്ളൊരു ഏകദേശം ധാരണ കിട്ടുക. സുമ്മ യഖൂമുൽ മുഅല്ലിമൂന, പിന്നീട് അധ്യാപകർ നിർവഹിക്കും ബി തഖീമി ഫഹ്മൽ തുല്ലാബ്, എന്നിട്ട് അധ്യാപകർ ഈ ഒരു ആഴ്ചയിൽ ഫി നിഹായ, അവസാനത്തിൽ, ഈ ആഴ്ചയിലെ അവസാനത്തിൽ, മറ്റേത് അങ്ങനെയല്ല, ആ ദിവസത്തിൻ്റെ അവസാനത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നിഹായത്തുൽ യൗമാണ് ഇവിടെ വളരെ വ്യത്യാസമാണ്. തഖീമിൻ സഈറുൻ, ഇവിടെ മറ്റോടത്ത് പറഞ്ഞത് ചെറിയ ഒരു ഇവാലുവേഷൻ. ഫി തഖീമിൻ സഈറുൻ നിഹായത്തുൽ യൗം, ഒരു ദിവസത്തിൻ്റെ അവസാനത്തിൽ തന്നെ തഖീമുണ്ട്. എന്നാൽ മറ്റോടത്ത് ഇവിടെ ഉസ്ബുഇയിൽ എന്താ ഉള്ളത്,
യഖൂമുൽ മുഅല്ലിമു ദഖീമത്തു ഇലാ ഫഹമ ഫി നിഹായത്തി. ഈ ഒരു ആഴ്ചയുടെ അവസാനത്തിലാണ് ഇത് എന്തുള്ളത്, നമ്മുടെ ഇവാലുവേഷൻ ഉള്ളത് എന്നുള്ളതാണ്, തഖീം ഉള്ളത് എന്നുള്ളതാണ്. അടുത്തത് ഖുത്തത്തുൽ വഹദ, ഒരു യൂണിറ്റ് പ്ലാൻ. യൂണിറ്റ് പ്ലാൻ നോക്കൂ. യൂണിറ്റ് പ്ലാന് തഫ്സീലു ബഅദുൽ മുഅല്ലിമീൻ, ഇവിടെ ചില അധ്യാപകർ വേർതിരിക്കുന്നുണ്ട്. അത്തഖ്തീത്ത് നമൂദജി, ഈ മാതൃകാ പ്ലാന് ലി വഹദത്തിൻ കാമിലത്തിൻ, ഒരു പരിപൂർണമായ ഒരു യൂണിറ്റിന് വേണ്ടിയിട്ട് മുസ്ബിക്കൻ കുട്ടികളുടെ മുന്നറിവും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പരിപൂർണമായതിന് വേണ്ടിയിട്ട് ഇവിടെ വേർതിരിക്കുന്നുണ്ട്. വല്ലത്തി കത് നസ്താരിക്കും മിൻ ഉസ്ബുഐനി ഇലാ ഷഹറൈനി, ഇത് 2 ആഴ്ച മുതൽ, 2 ആഴ്ച ഉണ്ട് അതിൻ്റെ കാലം, 2 ആഴ്ച മുതൽ 2 മാസം വരെ. ഇലാ ഷഹറൈനി, 2 ആഴ്ച മുതൽ 2 മാസം വരെയാണ് ഒരു വഹദ എന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഈ തദ്രീസി വത്തഖ്വീം, അതെന്തിനാണ്, പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇവാലുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഖുത്തത്തുൽ വഹദ. ഖുത്തത്തുൽ വഹദിൻ്റെ ഏറ്റവും മെയിൻ പോയിൻ്റ് എന്താ വെച്ചാൽ മിൻ ഉസ്ബുഐനി എന്താണ്, ഇലാ ഷഹറൈനി എന്നുള്ളതാണ്. അപ്പോൾ 2 ആഴ്ച മുതൽ 2 മാസം വരെ എന്ത് ചെയ്യാം, ഒരു വഹദ നീണ്ടു നിൽക്കാം. ചെറിയ വഹദൊക്കെ ആണെങ്കിൽ 2 ആഴ്ച കൊണ്ട് തീരും. വലിയ വഹദൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1 മാസം കൊണ്ട് തീരും. ഒരു മീഡിയം വഹദാണെങ്കിൽ 1 മാസം കൊണ്ട് തീരും. അതിലും കുറേ നല്ല തോന കാര്യങ്ങളുണ്ടെങ്കിൽ 2 മാസം വരെ പിടിക്കുമെന്നുള്ളതാണ്. അതാണ് ഖുത്തത്തുൽ വഹദ. ഹൈസു തഅദ്ദു ഖുത്തത്തു ദുറൂസ്, ഇവിടെ ഈ ഒരു ലെസൺ പ്ലാന് പരിഗണിക്കുന്നത് ഹാദിഹി അക്സർ ഷുമൂലൻ, വളരെ കോംപ്രിഹെൻസീവായിട്ട് ഇതാക്കുന്നത് മീൻ ഖുത്തത്തിൽ ഉഖ്റ, മറ്റുള്ള ഇതിനേക്കാൾ. അല്ല അന്നഹ തുഅത്തി, കാരണം അത് തുഅത്തി, അത് ആവരണം ചെയ്യുന്നു നിതാഖൻ ഔസഅ മിനൽ മുഹ്തവ, നമ്മുടെ കണ്ടൻറ്റിനേക്കാൾ എന്ത് ചെയ്യുന്നു, വളരെ വിശാലമായിട്ടുള്ളൊരു ഇത് അതിനെ ആവരണം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കണ്ടൻറ്റിനേക്കാൾ ഒന്നും കൂടി ഉഷാറായിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഇതായിരുന്നു വിശാലമായിട്ട് അതിൻ്റെ കണ്ടൻറ്റുകൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ പോയിൻറ്റുകൾ എന്ത് ചെയ്യുന്നു, വിശാലമായിട്ട് ആവരണം ചെയ്യുന്നു എന്നുള്ളതാണ്. യംകിനു, ഇവിടെ സാധിക്കും, യകൂന തഖ്തീത്ത്, ഈ ഒരു പ്ലാന് നുമൂദജി, മാതൃകാ പ്ലാന് ആക്കൽ, ലി വഹദത്തിൻ കാമില, പരിപൂർണമായ ഒരു യൂണിറ്റ് വേണ്ടിയിട്ട് മുഫീദൻ, വളരെ ഉപകാരപ്രദമായിട്ട്, ഹത്ത യകൂനുൽ മുദരിസീൻ, അധ്യാപകർ ആകുന്നത് വരെ, അലാ ദിറായത്തിൽ ദിറായത്തി, നോളജുകൾ എന്താണ്, നോളജുകൾ ബി മുദ്ദത്തിൻ അല്ലത്തി നസ്തഅരിക്കുഹ, നമ്മൾ നീണ്ടു നിൽക്കുന്ന അൽ വഹദത്തെ അത്താ തത്തക്കമ്മില, ഇത് പൂർത്തിയാക്കുന്നത് വരെയുള്ള ഒരു കാലയളവിൻ്റെ ഇതിലുള്ള അധ്യാപകർക്കുള്ള ആ അറിവ് അത് ഏറ്റവും മുഫീദായിട്ടുണ്ട്, ഉപകാരപ്രദമായിട്ട് നൽകാൻ അധ്യാപകർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അബിത്താലി, അതോടൊപ്പം എന്താണ്, ഇംകിനുഹും, അവർക്ക് വീണ്ടും സാധിക്കുന്നു തസ്രീഅ ദുറൂസ് വഫ്കൻ, ഈ ദുറൂസിനെ സ്പീഡപ്പ് ആക്കാൻ, യോജിപ്പിച്ചുകൊണ്ട്, ലി മുസ്തവിയാത്ത് ഖുദ്റത്തുൽ ഫസിൽ, ഈ ഒരു ഫസിൽ, ഈ ഒരു ക്ലാസ്സിൻ്റെ ആ ഒരു ഖുദ്റത്തനുസരിച്ച്, കപ്പാസിറ്റി അനുസരിച്ച്, അതിൻ്റെ നിലവാരത്തിനനുസരിച്ച് സ്പീഡാക്കാനും സാധിക്കുന്നു. വയുംകിനു ലി ബാദിൽ ഫുസൂൽ ദിറാസിയ ഇക്മാൽ വഹദ, ചില ക്ലാസ്സിൽ ഇത് പൂർത്തിയാക്കുന്നത് എങ്ങനെയാണ്, ബിഷക്കിലിൻ അസ്ര മിൻ ഗൈരിഹ, അതിനേക്കാൾ സ്പീഡാക്കിക്കൊണ്ടാണ്. ലിദാലിക, അതുകൊണ്ട് യർഅബുൽ മുഅല്ലിമൂന, ഇവിടെ അധ്യാപകർ എന്ത് ചെയ്യുന്നു, താല്പര്യപ്പെടുന്നു, ഫി തക്ഈഫിൽ ഖുത്തത്ത് ദർസിൽ വഹദ, ഈ ഒരു ലെസൺ പ്ലാന് അഡാപ്റ്റേഷൻ ചെയ്യുമ്പോൾ അധ്യാപകർ താല്പര്യം ചെയ്യുന്നത് വഫ്കൻ ലിദാലിക, ഇതിനനുസരിച്ചാണ്. ഇതിനനുസരിച്ച്, ഈ സമയത്തിൻ്റെ ഇതിനനുസരിച്ച്, അതായത് ഒരു ഖുത്തത്ത് നമ്മൾ പറഞ്ഞല്ലോ 2 ആഴ്ച മുതൽ 2 മാസം വരെയാണ്. അപ്പോൾ ഇപ്പോൾ 2 മാസം പറയുമ്പോൾ നമുക്കറിയാം, ഒരു സ്കൂളിൻ്റെ കാലാവധി തന്നെ നമുക്കറിയാം ഏകദേശം എത്ര ദിവസമാണെന്നുള്ളത്. ഇപ്പോൾ 2 മാസം എന്ന് പറഞ്ഞാൽ, നമ്മൾക്കിപ്പോൾ 2 മാസം എന്ന് പറഞ്ഞാൽ എത്രയെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഒരു സ്കൂളിൻ്റെ കാലാവധി, ആ ഒരു സിലബസിൻ്റെ കാലാവധി, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് അധ്യാപകർ ഇതിനെ സ്പീഡപ്പ് ആക്കും എന്നുള്ളതാണ് ഇത് മൊത്തത്തിൽ പറഞ്ഞത്. ആ സിലബസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അധ്യാപകർ എന്ത് ചെയ്യും, ചില കാര്യങ്ങൾ സ്പീഡപ്പ് ആക്കി പോകും, ചില കാര്യങ്ങൾ അതിനേക്കാൾ സ്പീഡപ്പ് ആക്കും, ചില കാര്യങ്ങൾ പതുക്കെ പോവുള്ളൂ. ആ ഒരു നിലവാരത്തിലേക്കാനും ഖുത്തത്തുൽ വഹദ എടുക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, വേറെ അതിനപ്പുറമൊന്നുമില്ല. ഇത്ര സിമ്പിളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കുറച്ചൊരു നമുക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതാണ് സംഭവം. അധ്യാപകരൊക്കെ നമ്മളൊക്കെ സഹിക്കുന്ന ഒരു സംഭവം തന്നെ, പ്രോസസ്സ് തന്നെയാണത്. ഇനി അടുത്തത് ഖുത്തത്തുൽ മുഹ്തവയാണ്. ഖുത്തത്തുൽ മുഹ്തവ എന്ന് പറഞ്ഞാൽ
കണ്ടൻറ്റ് പ്ലാനാണ്. കണ്ടൻറ്റ് പ്ലാൻ അത് ഹൈസു യക്കൂമുൽ ബാദുൽ മുഅല്ലിമീന, ചില അധ്യാപകർ നിർവഹിക്കുന്നത് ബിത്തദ്രീസ് അക്സർ മൗദൂഇൻ വാഹിദിൻ, ഒരു വിഷയത്തിൻ്റെ അപ്പുറത്തേക്ക് പഠിപ്പിക്കാനാണ്. ഒരു വിഷയത്തിൻ്റെ അപ്പുറത്തേക്ക് പഠിപ്പിക്കാൻ ഒരു ലക്ഷ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടാവും. ആ വിഷയത്തിൻ്റെ അപ്പുറത്തേക്ക് പഠിപ്പിക്കാനുള്ളൊരു ഇതാണ് ഇവിടെ ഉള്ളത്. കണ്ടൻറ്റ് അതിൻ്റെ അപ്പുറത്ത് കുല്ല യോമിൻ, എല്ലാ ദിവസവും ലിദാലിക യഖൂമൂന, അതുകൊണ്ട് തന്നെ അധ്യാപകർ നിർവഹിക്കുന്നു ബി ഇൻഷാഇ ഖുത്തത്ത് ദുറൂസിൻ മുതഅദ്ദദ, വളരെ എന്താണ് കുറേ പ്ലാനുകൾ എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. കുറേ പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. കാരണം ഒരുപാട് മൗദൂകൾ ഉദ്ദേശിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണം ഉണ്ടാക്കണം. അലാ സബീൽ മിസാൽ, ഇതിൻ്റെ ഒരു ഉദാഹരണം യക്കൂമുൽ അദീദു മിൻ മുഅല്ലിമിൽ മർഹലത്തിൽ ഇബ്തിദായിയ, ഇത് പ്രൈമറി തലത്തിലുള്ള അധ്യാപകർ തദ്രീസ് റിയാലാത്ത്, കായിക വിദ്യാഭ്യാസം, അലുഅത്തുൽ ഇൻഗ്ലീസിയ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ബിലാഫത്ത് ഇലൽ ഉലൂം വദ്ദിറാസാത്തിൽ ഇജ്തിമായിയ. അപ്പോൾ ഇത് എവിടെ വരുന്നത് വെച്ചാൽ ഇത് പ്രൈമറിയിലാണ് വരിക. കാരണം പ്രൈമറി കുട്ടികൾക്ക് ഒന്നും അറിയാത്ത ഒരു നിലവാരത്തിലുള്ള കുട്ടികളാവുമല്ലോ. അവർ ആ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യഘട്ടത്തിലുള്ള കുട്ടികളാവും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ആ ഒരു വിഷയത്തിൽ മാത്രം നിൽക്കുന്നത്, അതിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് ചിലപ്പോൾ ഒരു ഇൻട്രസ്റ്റഡ് ആവില്ല. അപ്പോൾ ആ ഇൻട്രസ്റ്റഡ് ആവാത്ത കുട്ടികൾക്ക് ഒരുപാട് ഇതിലൂടെ എന്താണ് കാര്യങ്ങളിലൂടെ, ഇപ്പോൾ റിയാലാത്തായാലും ഇൻജിലിസി ആയാലും, ഇപ്പോൾ ഇവിടെ 2 ഉദാഹരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ മജാലാത്തിൻ മുഹ്തവ എന്ന് അതിൻ്റെ ശേഷം പറഞ്ഞിട്ടുണ്ട്. അതായത് ഓരോ കണ്ടൻറ്റിൻ്റെ വ്യത്യസ്ത മേഖലകളും ഇതിൽ പരിഗണിക്കാം. ആ ഒരു ദിവസത്തിൻ്റെ ഇതിൽ തന്നെ പരിഗണിക്കാം. അതായത് ഹാദിഹി ഫഹ്മ ബിഹാജത്തിൻ ഇല ഖുത്തത്തി ദർസിൽ മുഖ്തലിഫ, വ്യത്യസ്തമായ അവരുടെ ആവശ്യങ്ങൾക്ക് കുട്ടികൾ എങ്ങനെയാണോ ഇൻട്രസ്റ്റ് ആക്കി ഇരിക്കാൻ പറ്റുക, ആ ഇൻട്രസ്റ്റ് ആക്കി ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഈ ഖുത്തത്തുൽ മുഹ്തവ എന്നുള്ളത് മനസ്സിലായല്ലോ. വളരെ ക്ലിയറാണ് ഇത് കേട്ടോ. തെക്കൂനുൽ ഖുത്തത്തു, ഈ ഒരു ഖുത്തത്ത് ആകും ഈ കുല്ലി മിൻതഖത്തിൻ മുൻതഫ ലി യൗമിൻ വാഹിദിൻ, ചിലപ്പോൾ ഒരു ദിവസത്തേക്കുള്ള കണ്ടൻ്റ് ആവും. ആ ഉസ്ബൂഇൻ വാഹിദിൻ, അല്ലെങ്കിൽ ഒരു ആഴ്ചക്കുള്ളൊരു കണ്ടൻ്റ് ആവും. ഔ വഹദത്തിൻ ബി അക്മലി, അല്ലെങ്കിൽ ഒരു യൂണിറ്റിൻ്റെതാവും. ഹസ്ബ തഫ്ലീലാത്തിൽ മൗലിം, ഇത് അധ്യാപകൻ്റെ ആ ഒരു തഫ്ലീലാത്ത്, ആ ഒരു ഇത് പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഇതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക അത് വരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വളരെ ക്ലിയറാണ് ഖുത്തത്തുൽ മുഹ്തവ എന്നുള്ളത്. ആ കണ്ടൻറ്റ് ചിലപ്പം പ്രൈമറി തലത്തിലുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു ദിവസത്തെ മതിയാവും, ചിലപ്പോൾ ഒരാഴ്ചക്കത്തെ മതിയാവും, ചിലപ്പോൾ ഒരു യൂണിറ്റിൻ്റെ പ്ലാനിനെ മൊത്തത്തിലെടുത്തുകൊണ്ട് അതിനെ ഒന്ന് പ്രിപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ഇത് വളരെ ക്ലിയറാണ് കേട്ടോ. വളരെ ക്ലിയറായ ഒരു വിഷയമാണിത് ഖുത്തത്തുൽ മുഹ്തവ എന്നുള്ളത്. ഖുത്തത്ത് അലാ മുസ്തവ സഫ്, അടുത്ത് ക്ലാസിൻ്റെ നിലവാരത്തിനനുസരിച്ചുള്ള പ്ലാന്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ ഇതിൽ 5 എണ്ണം കഴിഞ്ഞു. പിന്നീട് ബാക്കിയുള്ള നമുക്ക് പിന്നീട് എടുക്കാം. ഫിൽ ഫുസൂൽ, ഇവിടെ ക്ലാസ്സുകൾ ഫി ദുറൂസ് സാനവിയ, ഇവിടെ സെക്കൻഡറി തലത്തിലുള്ള ക്ലാസ്സുകളിൽ ആദത്തുൻ പതിവാണ് ഫി സുഫൂഫി ക്ലാസ്സുകളിൽ മീൻസ് സാദിസ് ഇലാ സാനി അഷർ, 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ യഖൂമു ബി ബഅദുൽ മുഅല്ലിമീൻ, ചില അധ്യാപകർ നിർവഹിക്കുന്നു ബിത്തദ്രീസ് അക്സറ മുസ്തവ സഫിൽ വാഹിദിൻ, ഒരു ക്ലാസ്സിൻ്റെ നിലവാരത്തിൻ്റെ അധികമായിട്ട്, ഒരു ക്ലാസ്സിൻ്റെ നിലവാരത്തിൻ്റെ അധികമായിട്ട്, ഇപ്പോൾ 6ാം ക്ലാസ്സിൽ എടുക്കുകയാണെങ്കിൽ 6ാം ക്ലാസ്സിൻ്റെ നിലവാരത്തിനനുസരിച്ചല്ല, അതിനേക്കാൾ അധികമായ നിലവാരത്തിനനുസരിച്ച് ക്ലാസ് എടുക്കുന്നു. ഇൻഷു ഹഉലായി മുഅല്ലിം, ഈ അധ്യാപകർ ഇവിടെ നിർവഹിക്കുന്നത് എന്താ വെച്ചാൽ ഖുത്തത്തുൻ ദുറൂസിയ മുഖ്തലിഫ, വളരെ വ്യത്യസ്തമായൊരു പ്ലാനാണ്. യഅ്തിമാദൻ, അവർ അവലംബിക്കുന്നത് എന്താണ്, അലാ മുസ്തവ സഫ്, ഒരു നിലവാരമാണ്. എങ്ങനത്തെ ഒരു ക്ലാസ് നിലവാരമാണ്, എങ്ങനത്തെ നിലവാരമാണ്, അല്ലാതെ യഖൂമൂന ബി തദ്രീസി, അവർ പഠിപ്പിക്കുന്ന ആ നിലവാരം, ഫി കുല്ലി ഫത്രത്തിൻ, എല്ലാ കാലഘട്ടത്തിലും അവർ പഠിപ്പിക്കുന്ന ആ നിലവാരം, ഹൈസു യളഊന ഖുത്തത്തൻ മുഹദ്ദദ, അവരാ നിർണ്ണയിക്കപ്പെട്ട ഒരു വെച്ചൊരു എന്തുണ്ടാവും, ഒരു പ്ലാൻ ഉണ്ടാവും. ലി അന്ന കുല്ല മുസ്തവ, ഇവിടെയുള്ള എല്ലാ നിലവാരവും സൊഫുൻ യതഅല്ലമു മുഹ്തവ മുഖ്തലിഫൻ അല മുസ്തവിയാത്തി മുഖ്തലിഫത്തിൻ മിൻ അമിഖിൻ എന്നുള്ളതാണ്. അതിൻ്റെ ആഴത്തട്ടിൽ വ്യത്യസ്തമായ നിലവാരത്തിലുണ്ടാവും. അതിൻ്റെ ആഴത്തട്ടിലേക്ക് ഇറങ്ങിയാൽ വ്യത്യസ്തമായ നിലവാരത്തിലുള്ള കണ്ടൻറ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും. നമുക്ക് പ്രത്യക്ഷത്തിൽ അത് എന്താണ് പ്രകടമായിട്ടത് കാണൂല, എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ നമുക്കത് കാണാൻ സാധിക്കും എന്നുള്ള ഒരു പോയിൻ്റാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് വീഡിയോ ലെങ്ത് തന്നെയാണ് ഇതും. അടുത്ത പോയിന്റുകൾ നമുക്ക് അടുത്തത് പറയാം. ഇൻഷാ അല്ലാഹ് നാളെയും നമുക്ക് ക്ലാസ്സുകൾ എടുക്കാം എന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ.